പൂനെയിൽ ഏണസ്റ്റ് ആൻഡ് യങ് ഇന്ത്യ എന്ന കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന മലയാളി അന്ന ജോലിസ്ഥലത്തെ സമ്മർദ്ദത്തെ തുടർന്ന് മരിച്ച സംഭവം നമ്മുടെ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച സംഭവമാണ്. വിശ്രമമില്ലാത്ത ജോലിയും ഭക്ഷണം കിട്ടാത്ത അവസ്ഥയുമാണ് മകളുടെ മരണത്തിന് കാരണമെന്ന് അന്നയുടെ പിതാവ് പറഞ്ഞിരുന്നു. എന്നാൽ ഈ മരണത്തെക്കുറിച്ച് നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വീട്ടിൽ നിന്ന് പഠിക്കണം, സമ്മർദ്ദങ്ങളെ തരണം ചെയ്യാൻ വീട്ടിൽ നിന്ന് പഠിക്കണം, ദൈവവിശ്വാസമുണ്ടാകണം എന്നാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. വ്യക്തിപരമായ അവരുടെ ഒരു അഭിപ്രായം പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് ആഗോള കുത്തകകൾക്ക് വേണ്ടിയാണ് എന്ന് സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല. കാരണം ഒരു കുട്ടി വളരെ സാമർഥ്യത്തോടു കൂടി പഠിച്ച് മത്സര പരീക്ഷകളിലെല്ലാം വിജയിച്ച് ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി മാറിയ അന്ന എല്ലാ അർത്ഥത്തിലും പ്രോമിസിംഗ് ആയ ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടി ജോലി സ്ഥലത്തെ സമ്മർദ്ദങ്ങളെ തുടർന്നാണ് മരിക്കാനിടയായത്. കാരണം ജോലി സമയം കഴിഞ്ഞും വീണ്ടും ജോലികൾ ഏൽപ്പിക്കുക, മുഴുവൻ സമയവും ജോലി ചെയ്തുകൊണ്ടിരിക്കുക, താമസ സ്ഥലത്ത് രാത്രി 10 മണി കഴിഞ്ഞാൽ ഭക്ഷണം ലഭിക്കാത്ത അവസ്ഥ, ഇതെല്ലാം കൂടി ആയപ്പോഴാണ് ആ കുട്ടി മരിച്ചത്. അപ്പോൾ ഈ സംഭവത്തിനെതിരെ നമ്മുടെ പ്രതിപക്ഷ നേതാക്കളെല്ലാം പ്രതികരിച്ചു, രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രതികരിച്ചു. എന്നിട്ടും ഈ മരണത്തിന് ഉത്തരവാദി വീട്ടുകാരാണ്. വീട്ടുകാർ ഈ കുട്ടിയെ വളർത്തി കൊണ്ടുവന്നതിൽ സംഘർഷങ്ങൾ താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ആ കുട്ടിയെ വളർത്തിയത് എന്ന തരത്തിലാണ് നിർമ്മലാ സീതാരാമൻ കുറ്റപ്പെടുത്തിയത്. അപ്പോൾ അച്ഛൻ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ തന്നെയാണ് കുട്ടിയെ വളർത്തിയതും പഠിപ്പിച്ചതും. ഇത് പ്രത്യേക സാഹചര്യത്തിൽ തൊഴിലിടത്തിൽ ഉണ്ടായ സമ്മർദ്ദങ്ങളാണ് ആ കുട്ടിയുടെ മകളുടെ മരണത്തിന് വഴിവെച്ചത്. അക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയും മറ്റാർക്കും ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടാകാൻ ഇടവരരുത് എന്ന തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്തായാലും നമ്മുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഈ പ്രസ്താവന നടത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവർ അത് തിരുത്തിയിട്ടില്ല. ഒരു സ്വകാര്യ കോളേജിലെ ചടങ്ങിലാണ് അവർ ഇത്തരത്തിൽ ഒരു പ്രസംഗം നടത്തിയത്. മാത്രവുമല്ല, എല്ലാ കലാലയങ്ങളിലും ആരാധനയ്ക്കുള്ള ഇടങ്ങൾ ഉണ്ടാക്കണമെന്നും പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. എന്തായാലും ദൈവത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഈ കുട്ടിയുടെ മരണത്തിനിടയാക്കിയത് വീട്ടുകാർ കുട്ടിയെ വേണ്ട രീതിയിൽ വളർത്താത്തതും ദൈവവിശ്വാസമില്ലാത്തതുമാണ് എന്ന് പരോക്ഷമായെങ്കിലും ഒരു കേന്ദ്രമന്ത്രി പറയുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് എന്ന് ആരും പറഞ്ഞു പോകും.